അഭിമാനം ഇന്ത്യൻ നാവികസേന പിടികൂടിയ സൊമാലിയൻ കടൽ കൊള്ളക്കാരെ മുംബൈയിലെത്തിച്ചു. ചരക്ക് കപ്പൽ തട്ടിയെടുത്ത 35 കടൽ കൊള്ളക്കാരെയാണ് മുംബൈയിലെത്തിച്ച ശേഷം പോലീസിന് കൈമാറിയത്. INS കൊൽക്കത്തയുടെ നേതൃത്വത്തിൽ 40 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനിലാണ് കപ്പൽ മോചിപ്പിച്ചത്. പത്ത് വർഷത്തിനിടെ ഇത്രയും കടൽ കൊള്ളക്കാരെ ഒരുമിച്ച് പിടികൂടുന്നത് ഇതാദ്യം. ലോകത്തിനു മുന്നിൽ നമ്മുടെ നാവികസേനയുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. 35 കടൽ കൊള്ളക്കാരുമായി INS കൊൽക്കത്ത പുലർച്ചെ മുംബൈയിലെത്തി. കനത്ത സുരക്ഷയിൽ യെല്ലോ ഗേറ്റ് പോലീസ് കടൽ കൊള്ളക്കാരെ കസ്റ്റഡിയിൽ വാങ്ങി. സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഡിസംബർ 15-നാണ് MV റൂവൻ എന്ന ചരക്ക് കപ്പൽ ഇന്ത്യയിൽ നിന്ന് 2600 കിലോമീറ്റർ അകലെ സൊമാലിയൻ തീരത്ത് വെച്ച് കടൽ കൊള്ളക്കാർ പിടികൂടിയത്. 17 കപ്പൽ ജീവനക്കാരും ഇവരുടെ തടവിലായി. ബൾഗേറിയ, യമൻ, അങ്കോള എന്നിവിടങ്ങളിൽ നിന്നുള്ള ജീവനക്കാരാണ് അധികവും. ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഫലം കാണാതെ വന്നപ്പോഴാണ് ഇന്ത്യൻ നേവി രംഗത്തിറങ്ങുന്നത്. നിരീക്ഷണം നടത്തിയ നേവിയുടെ ആളില്ലാ ഡ്രോണുകൾക്കും INS കൊൽക്കത്തയ്ക്കും നേരെ കൊള്ളക്കാർ നിറയൊഴിച്ചു. തിരിച്ചടിച്ച സൈന്യം ഹെലികോപ്റ്ററിൽ മറൈൻ കമാൻഡോസിനെ കപ്പലിൽ ഇറക്കി. മറ്റു വഴിയില്ലാതെ കൊള്ളക്കാർ പിന്നാലെ കീഴടങ്ങി. ജനുവരി 16-ന് 40 മണിക്കൂർ നീണ്ട സാഹസിക ഓപ്പറേഷനൊടുവിൽ കപ്പൽ തിരിച്ചുപിടിച്ചു. INS സുഭദ്രയുടെ സുരക്ഷയിൽ കപ്പൽ ഒമാനിലേക്ക് പോയി. കൊള്ളക്കാരുമായി നേവി കമാൻഡോസ് ഇന്ത്യയിലേക്കും. സമുദ്ര സുരക്ഷാ രംഗത്ത് നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടം എത്രത്തോളം മികച്ചതാണ് എന്ന് തെളിയിക്കുന്നുണ്ട് സൊമാലിയൻ കടൽ കൊള്ളക്കാരെ പിടികൂടിയ ഈ നിർണായക സംഭവം. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.